Once again, welcome back to Late Fitness Tips. നമ്മളിന്ന് പരിചയപ്പെടുന്നത് കുറേ ക്വസ്റ്റ്യനേഴ്സാണ്. അനാറ്റമി ആൻഡ് ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ മേഖലയിൽ നിന്നും ചോദിക്കുന്ന കുറേ ക്വസ്റ്റ്യനുകളാണ്. ഇത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ PSC പരീക്ഷ എഴുതുന്നവർക്കും ഫിസിക്കൽ എഡ്യൂക്കേഷൻ തന്നെ KTET പരീക്ഷ എഴുതുന്നവർക്കും ഒരുപാട് ഉപകാരപ്രദമായ ചോദ്യോത്തരങ്ങളാണ്. അതിനു മുമ്പായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുന്നതിലൂടെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് കൃത്യമായി എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ക്രോണിക് ഇഞ്ചുറീസ് ആർ ട്രീറ്റഡ് ബൈ ഓപ്ഷൻസ് ഇൻഫ്രാറെഡ്, അൾട്രാ തെറാപ്പി, അൾട്രാസോണിക് ആൻഡ് അൾട്രാവയലറ്റ്. നമുക്കറിയാം ഇൻഫ്രാറെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈറ്റ് ബേസ്ഡ് മെത്തേഡാണ് ടു ട്രീറ്റ് പെയിൻ. അതുപോലെ തന്നെ ഇതൊരു സെൽ റീജനറേഷൻ എൻഹാൻസ് ചെയ്യാൻ സഹായിക്കുന്നു. അൾട്രാ തെറാപ്പി എന്ന് പറഞ്ഞാൽ നോൺ സർജിക്കൽ ട്രീറ്റ്മെൻറ്റാണ്. അത് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ഇംപ്രൂവ്, ലിഫ്റ്റ് ആൻഡ് ടൈറ്റൻ ലൂസ് സ്കിന്നുകൾ ടൈറ്റൻ ചെയ്യുന്നതിനും അത് ഇംപ്രൂവ് ചെയ്യുന്നതിനും വേണ്ടി സഹായിക്കുന്നു. മെയിനായിട്ട് ഫേസ് ഓർ അതർ പാർട്സ് ഓഫ് ദ ബോഡി. അൾട്രാസോണിക്കിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ ഫിസിക്കൽ തെറാപ്പി എക്യുപ്മെൻറ്റിലൂടെ പ്രൊഡ്യൂസ് ഹൈ ഫ്രീക്വൻസി സൗണ്ട് വേവ്സ് ദാറ്റ് ട്രാവൽ ഡീപ്പ് ഇൻ ടു ദി ടിഷ്യൂസിലേക്ക് കടത്തിവിട്ട് ഹീറ്റ് കൊടുത്ത് മസിൽസിനെ എൻഹാൻസ് ചെയ്യാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ അൾട്രാ വയലറ്റ് ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും പ്രൊഡക്ഷൻ ഓഫ് സ്കിൻ സെൽസ് കുറയ്ക്കാനും സഹായിക്കുന്നു. അപ്പോൾ ഇവിടെ ആൻസർ അൾട്രാ വയലറ്റ് ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ: വാട്ടർ തെറാപ്പി ഈസ് ഓൾസോ നോൺ ആസ് ഓപ്ഷൻസ് ഇലക്ട്രോതെറാപ്പി, വാക്സ് തെറാപ്പി, ഹൈഡ്രോതെറാപ്പി, ഐസ് തെറാപ്പി. അപ്പം വാട്ടർ തെറാപ്പി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ്സ് റിലേറ്റഡ് ടു ഹൈഡ്രോതെറാപ്പിയാണ്. ഹൈഡ്രോതെറാപ്പി മീൻസ് ദാറ്റ് ഇൻവോൾവ്സ് ദ യൂസ് ഓഫ് വാട്ടർ ഫോർ പെയിൻ റിലീഫ് ആൻഡ് ട്രീറ്റ്മെൻറ്റ്. പെയിൻ റിലീഫിനും ട്രീറ്റ്മെൻറ്റായിട്ടും ഈ വാട്ടർ തെറാപ്പി അല്ലെങ്കിൽ ഹൈഡ്രോതെറാപ്പി ഉപയോഗിക്കുന്നു. ഇലക്ട്രോതെറാപ്പി എന്ന് പറഞ്ഞാൽ മറ്റ് ഓപ്ഷൻസ് നമുക്ക് നോക്കി കഴിഞ്ഞാൽ അതിൽ ഇലക്ട്രോതെറാപ്പി ഇലക്ട്രിക്കൽ ഡിവൈസാണ്. അതിൻ്റെ സഹായത്തോടു കൂടി ഒരു ഡീപ്പ് ബ്രെയിൻ സ്റ്റിമുലേറ്ററാണ് ഫോർ ന്യൂറോളജിക്കൽ ഡിസീസസ്. അതുപോലെ തന്നെ ഈ വാക്സ് തെറാപ്പി എന്ന് വെച്ചാൽ ഹീറ്റ് അപ്ലൈ ചെയ്യുന്നതിലൂടെ കണക്റ്റീവ് ടിഷ്യൂസ് വാമാകുന്നു. തൽഫലമായിട്ട് മൊബിലിറ്റി ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നു. ഐസ് തെറാപ്പി എന്ന് വെച്ചാൽ ഇത് ഏറ്റവും എളുപ്പത്തിൽ വീടുകളിൽ തന്നെ വേദനയ്ക്കും അതുപോലെ തന്നെ സ്വെല്ലിങ് കുറയ്ക്കാനും ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ്. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറഞ്ഞാൽ വാട്ടർ തെറാപ്പി ഈസ് ഓൾസോ നോൺ ആസ് ഹൈഡ്രോതെറാപ്പി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: സ്വെല്ലിംഗ് ഈസ് റെഡ്യൂസ്ഡ് ബൈ ഓപ്ഷൻസ് സൗണ ബാത്ത്, വേർപൂൾ ബാത്ത്, കോൺട്രാസ്റ്റ് ബാത്ത്, ഓൾ ഓഫ് ദീസ്. ഇവിടെ സൗണ ബാത്ത് എന്നാൽ നമുക്കറിയാം ഒരു ചെറിയ വുഡൻ റൂമിൽ ഹീറ്റ് നൽകിക്കൊണ്ട് ശരീരത്തെ വീർപ്പിക്കുന്ന രീതിയാണ്. വേർപൂൾ ബാത്ത് ഇതും ഒരു തെറാപ്പറ്റിക് ബാത്താണ്. ഹോട്ട് വാട്ടർ ഫോഴ്സ്ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യുന്ന ഒരു മെത്തേഡാണിത്. കോൺട്രാസ്റ്റ് ബാത്ത് എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഹോട്ട് വാട്ടറും കോൾഡ് വാട്ടറും മാറി മാറി ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് രീതിയാണ്. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് വെച്ചാൽ കോൺട്രാസ്റ്റ് ബാത്താണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: എ മസിൽ കോൺട്രാക്ട്സ് ബട്ട് നോ മൂവ്മെൻറ്റ് ടേക്സ് പ്ലേസ്. ദിസ് ഈസ് നോൺ ആസ് ഐസോമെട്രിക്, ഐസോട്ടോണിക്, ഐസോകൈനറ്റിക് ആൻഡ് നൺ ഓഫ് ദീസ്. നമുക്കറിയാം ഐസോമെട്രിക് എന്ന് പറഞ്ഞാൽ മസിൽസിന് മൂവ്മെൻറ്റ്സ് ഇല്ല, പക്ഷേ മസിൽ കോൺട്രാക്റ്റ് ചെയ്യുന്നു. അതിന് ഉദാഹരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്ലാങ്ക് പോസിൽ നിൽക്കുന്ന ഒരവസ്ഥ. ഐസോട്ടോണിക് എന്ന് വെച്ചാൽ ഇവിടെ മസിൽ മൂവ്മെൻറ്റ്സും ഉണ്ട്, മസിൽ കോൺട്രാക്ഷൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഡംബൽ കൊണ്ട് ഒരു ബൈസെപ്സ് കേൾ ചെയ്യുന്ന ഒരു എക്സസൈസ്. ഐസോകൈനറ്റിക് എന്ന് വെച്ചാൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ മെഷീനാണ്. മൂവ്മെൻറ്റ്സ് ആർ അറ്റ് എ കോൺസ്റ്റൻറ്റ് സ്പീഡ്. അതായത് നമ്മളൊരു ഏറ്റവും ഒരു ബേസിക് ആയിട്ടുള്ളൊരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റേഷനറി സൈക്കിളിൽ നമ്മൾ സൈക്കിൾ ചവിട്ടുന്നതാണ്. അപ്പോൾ ഇവിടെ ആൻസർ ഐസോമെട്രിക് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കോൾഡ് പ്രഷർ മാനിപ്പുലേഷൻ? മസാജുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഓപ്ഷൻസ് സ്ട്രോക്കിംഗ്, ക്ലാപ്പിംഗ്, പൗണ്ടിങ് ആൻഡ് നീഡിങ്. ഇതിൽ ഫിസിക്കലി ജനറേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണിത്.
പ്രഷർ മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കലി ജനറേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണിത്. സ്ട്രോക്കിംഗ് എന്ന് വെച്ചാൽ കൈകൾ റിതമിക്കായിട്ട് തുടർച്ചയായി ശരീരത്തിലൂടെ കൊണ്ടുപോകുന്നതിനാണ് സ്ട്രോക്കിംഗ് എന്ന് പറയുന്നത്. ക്ലാപ്പിംഗ് എന്ന് പറഞ്ഞാൽ കൈകൾ ഒരു കപ്പ് ഷേപ്പിലാക്കി ചെയ്യുന്ന ഒരു മെത്തേഡാണിത്. പൗണ്ടിങ് എന്ന് വെച്ചാൽ ലാർജ് മസിൽ ഏരിയയാണിത് ഫോക്കസ് ചെയ്യുന്നത്, മെയിൻലി തൈസ് ആൻഡ് ബട്ടക്സ്. നമ്മുടെ ഫിസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ റിസ്റ്റ് നമ്മൾ ലൂസാക്കിക്കൊണ്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണിത്. നീഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഫ്റ്റ് ടിഷ്യൂസിനെ കംപ്രസ് ചെയ്യുന്ന രീതിയാണ്. ടിഷ്യൂസ് ലിഫ്റ്റ് ചെയ്തും റോൾ ചെയ്തുമാണ് ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നീഡിങ് ആണ്, ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ റീഹാബിലിറ്റേഷൻ ഓഫ് സ്പോർട്സ് ഇഞ്ചുറീസ് വൺ ഓഫ് ദി ഫോളോയിങ് മെത്തേഡ് ഈസ് യൂസ്ഡ്. ഓപ്ഷൻസ് കറക്റ്റീവ് എക്സസൈസ്, ഹൈഡ്രോതെറാപ്പി, ക്രയോതെറാപ്പി, നൺ ഓഫ് ദീസ്. നമുക്കൊരു റീഹാബിലിറ്റേഷൻ എന്ന് വെച്ചാൽ ഒരു സ്പോർട്സ് ഇഞ്ചുറി ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് റീഹാബിലിറ്റ് ചെയ്ത് അതിനെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ അതിനിവിടെ ഓപ്ഷൻസുകൾ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റീവ് എക്സസൈസിലൂടെ ഇതിലേക്ക് നമുക്ക് തിരിച്ചെത്തിക്കാവുന്നതാണ്. ഹൈഡ്രോതെറാപ്പി എന്ന് വെച്ചാൽ നമ്മൾ മുന്നേയുള്ള ഓപ്ഷനുകൾ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഒരു വിത്ത് ഹെൽപ്പ് ഓഫ് വാട്ടറിൻ്റെ സഹായത്തോടെ ചെയ്യുന്ന ഒരു തെറാപ്പിയാണിത്. ക്രയോതെറാപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഐസ് തെറാപ്പിക്കാണ് ഈ ക്രയോതെറാപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ എ ആണ്, കറക്റ്റീവ് എക്സസൈസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഷോർട്ട് വേവ് ഡയതെർമി ഈസ് യൂസ്ഡ് ഫോർ. ഷോർട്ട് വേവ് ഡയതെർമി എന്ന് പറഞ്ഞാൽ ഇതൊരു ഹൈ ഫ്രീക്വൻസി ഇലക്ട്രോ മാഗ്നറ്റിക് എനർജിയാണ്. അതെന്തിനാണെന്ന് വെച്ചാൽ ടു ജനറേറ്റ് ഹീറ്റ്. ഇത് ട്രീറ്റ് ചെയ്യുന്ന ഒരു പെയിൻ, കിഡ്നി സ്റ്റോണ്, അതുപോലെ തന്നെ പെൽവിക് ഇൻഫ്ലമേഷൻ ഡിസീസുകൾക്കാണ് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഒരു ക്രോണിക് ഡിസീസുകളാണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഇമ്മീഡിയറ്റ് ഇഞ്ചുറീസ്, ട്രീറ്റ്മെൻറ്റ് ഓഫ് ക്രോണിക് ഇഞ്ചുറീസ്, ട്രീറ്റ്മെൻറ്റ് ഓഫ് സൈക്കോളജിക്കൽ പ്രോബ്ലംസ്. ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ്. അപ്പോൾ ഇവിടെ ഉത്തരം എന്ന് വെച്ചാൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് ക്രോണിക് ഇഞ്ചുറീസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൈഡ്രോതെറാപ്പി മീൻസ് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തൊരു ടോപ്പിക് തന്നെയാണ്. ഓപ്ഷൻസ് തെറാപ്പി വിത്ത് വാസ്ലിൻ, തെറാപ്പി വിത്ത് വാക്സ്, തെറാപ്പി വിത്ത് വാട്ടർ, തെറാപ്പി വിത്ത് ഓയിൽ. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഹൈഡ്രോതെറാപ്പി മീൻസ് തെറാപ്പി വിത്ത് വാട്ടർ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ റെഡ്യൂസിങ് സ്വെല്ലിംഗ് റെക്കമെൻഡഡ് ട്രീറ്റ്മെൻറ്റ് ഈസ്. മുന്നേ ചർച്ച ചെയ്ത ഈ ഓപ്ഷൻസുകളെല്ലാം തന്നെ നമ്മൾ മുന്നേ ചർച്ച ചെയ്തതാണ്. ഓപ്ഷൻ എ കോൺട്രാസ്റ്റ് ബാത്ത്, ബി അൾട്രാസൗണ്ട്, സി അൾട്രാ തെറാപ്പി, ഡി അൾട്രാ വയലറ്റ്. ഇവിടെ ആൻസർ കോൺട്രാസ്റ്റ് ബാത്താണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്പ്രെയിൻസ് ആർ ഡ്യൂ ടു. സ്പ്രെയിൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ജോയിൻറ്റുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഇഞ്ചുറീസാണ്, അല്ലെങ്കിൽ ലിഗമെൻറ്റ്, ജോയിൻറ്റ് ലിഗമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഇഞ്ചുറീസാണ്. പക്ഷേ ഇതിന് പകരം സ്ട്രെയിൻ ആയിരുന്നെങ്കിൽ അത് മസിൽസുമായി ബന്ധപ്പെട്ട ഇഞ്ചുറീസ് ആയിരുന്നു. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ബ്രോക്കൺ ബോൺ, ബോൺ എൻഡ്സ് ഔട്ട് ഓഫ് പ്ലേസ്, സ്ട്രെച്ച്ഡ് ഓർ ടോൺ ജോയിൻറ്റ് ലിഗമെൻറ്റ്സ്, നൺ ഓഫ് ദീസ്. ബ്രോക്കൺ ബോൺ നമുക്കറിയാം അതൊരു ഫ്രാക്ചർ ആണെന്നും, ബോൺ എൻഡ് ഔട്ട് ഓഫ് പ്ലേസ് എന്ന് വെച്ചാൽ അതൊരു ഡിസ്ലൊക്കേഷൻ ആണെന്നും. അവിടെ ആൻസറിലേക്ക് നമുക്ക് വരാം. ഓപ്ഷൻ സി ആണ്, സ്ട്രെച്ച്ഡ് ഓർ ടോൺ ജോയിൻറ്റ് ലിഗമെൻറ്റ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രാക്ചർ മീൻസ് നമ്മളിപ്പം ചർച്ച ചെയ്തോളൂ. ഓപ്ഷൻസ് ബ്രോക്കൺ ബോൺ, ബോൺ എൻഡ്സ് ഔട്ട് ഓഫ് പ്ലേസ്, സ്ട്രെച്ചിങ് ഓഫ് ടെൻഡൻസ്, നൺ ഓഫ് ദീസ്. ക്ലിയർ ആണ്. ഇവിടെ ഓപ്ഷൻ ബ്രോക്കൺ ബോൺ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്രയോതെറാപ്പി ഈസ് ഓൾസോ നോൺ ആസ്. ഓപ്ഷൻസ് ഐസ് തെറാപ്പി, ഹൈഡ്രോതെറാപ്പി, ഇലക്ട്രോതെറാപ്പി, നൺ ഓഫ് ദീസ്. അപ്പോൾ നമുക്കിവിടെ ഓൾറെഡി ചർച്ച ചെയ്തിരുന്നു ഹൈഡ്രോതെറാപ്പി വിത്ത് വാട്ടർ ആണെന്നും, ഇലക്ട്രോതെറാപ്പി എന്ന് വെച്ചാൽ ഇലക്ട്രിക് കടത്തിവിട്ടുള്ളൊരു തെറാപ്പിയാണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ എന്ന് വെച്ചാൽ ക്രയോതെറാപ്പി നമ്മൾ മുന്നേ ചർച്ച ചെയ്തിരുന്നു, അത് ഐസ് തെറാപ്പിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലുംബർഗോ ഈസ് ഓൾസോ കോൾഡ്. ഓപ്ഷൻസ് പെയിൻ ഇൻ ദി ഹെഡ്, പെയിൻ ഇൻ ദി അബ്ഡമൻ, പെയിൻ ഇൻ ദി ലോ ബാക്ക്, ഓൾ ഓഫ് ദിസ്. അപ്പോൾ അതിന് മുമ്പായിട്ട്, ആൻസറിലേക്ക് കടക്കുന്ന മുമ്പായിട്ട് നമ്മുടെ ശരീരത്തിൽ ഏതെല്ലാം റീജിയൻ ഉണ്ടെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കാം. മെയിനായിട്ട് സെർവിക്കൽ റീജിയൻ, തൊറാസിക് റീജിയൻ, ലുംബാർ റീജിയൻ. സെർവിക്കൽ റീജിയനകത്ത് ഉൾപ്പെടുന്നത് ഹെഡ്, നെക്ക്, സ്കള്ള്, ഫോർഹെഡ്, നോസ് എന്നിവയാണ്. തൊറാക്സിനകത്ത് ഉൾപ്പെടുന്നത് ആംപിറ്റ്, റിബ്സ്, ഷോൾഡർ, ബ്രസ്റ്റ്, ഈ ഏരിയാസാണ്. ലുംബാറിനകത്ത് അബ്ഡമൻ, ബട്ടക്സ്,
bend of hips, lower back. അപ്പം ലുംബാർ റീജിയനിൽ ഓൾസോ കോൾഡ് ആസ് നമുക്ക് ആൻസറിലേക്ക് വരാം പെയിൻ ഇൻ ദി ലോവർ ബാക്ക് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോൺട്രാസ്റ്റ് ബാത്ത് ഈസ് റെക്കമെൻഡഡ് ഫോർ. നമ്മൾ മുന്നേ ആവർത്തിച്ച് വന്ന ചോദ്യങ്ങളിലകത്ത് ഇത് നമുക്ക് കാണാം. റെഡ്യൂസിങ് എ ഡിസ്ലൊക്കേറ്റഡ് ജോയിൻറ്റ്, റെഡ്യൂസിങ് സ്വെല്ലിംഗ്, ട്രീറ്റ്മെൻറ്റ് ഓഫ് എ വൂണ്ട്, നൺ ഓഫ് ദീസ്. ഓപ്ഷൻസ് ക്ലിയർ ആണ്. റെഡ്യൂസിങ് സ്വെല്ലിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി കോമൺ ഇഞ്ചുറി ഇൻ ബാസ്കറ്റ്ബോൾ ഈസ് medial meniscus damage, damaged medial ligament of the ankle, damaged lateral ligament of the ankle, all of this. മീഡിയൽ മെനിക്കസ് ഡാമേജ് എന്ന് വെച്ചാൽ മുട്ടിൽ ഉണ്ടാകുന്ന ഒരു ഇഞ്ചുറിയാണ്. അതുപോലെ ആങ്കിളിൽ ഉണ്ടാകുന്ന 2 ഇഞ്ചുറീസും സൂചിപ്പിച്ചു. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഇതെല്ലാം തന്നെ ബാസ്കറ്റ്ബോൾ പ്ലെയേഴ്സിന് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ഇഞ്ചുറിയാണ്. സോ ഓപ്ഷൻ ഡി ആണ് ഓൾ ഓഫ് ദിസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇലക്ട്രിക്കൽ ഗാഡ്ജറ്റ്സ് യൂസ്ഡ് ഫോർ ട്രീറ്റിംഗ് immediate sports injuries. Options: ultraviolet rays, ultrasound, shortwave diathermy, infrared rays. ഈ തന്നിരിക്കുന്ന എല്ലാം തന്നെ ഇലക്ട്രിക്കൽ ഗാഡ്ജറ്റ്സ് തന്നെയാണ്. പക്ഷേ ഇതിൽ ട്രീറ്റ്മെൻറ്റ് ഇമ്മീഡിയറ്റ് സ്പോർട്സ് ഇഞ്ചുറീസ് കിട്ടുന്നത് ഓപ്ഷൻ ഡി ആണ്, ഇൻഫ്രാറെഡ് റേസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്യൂറിങ് ട്രെയിനിങ് ദി സെൻസേഷൻ ഓഫ് വോമിറ്റിംഗ് ഈസ് കോസ്ഡ് ഡ്യൂ ടു. ഓപ്ഷൻസ്: അക്യുമുലേഷൻ ഓഫ് ലാക്റ്റിക് ആസിഡ്, അഡ്രിനാലിൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഓൾ ഓഫ് ദീസ്. നമുക്കറിയാം ശരീരത്തിൽ ലാക്റ്റിക് ആസിഡിൻ്റെ ഒരു ഫോർമേഷൻ ഉണ്ടാകുമ്പോഴാണ്, അക്യുമുലേഷൻ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ടയേർഡ് ആകുന്നതും വോമിറ്റിംഗ് സെൻസേഷൻ ഉണ്ടാകുന്നതും. അഡ്രിനാലിൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെഡുല ഒമ്പങ്കത്തിലെ അഡ്രിനാലിൻ ഗ്ലാൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അത് പെട്ടെന്ന് എന്താവും ബ്ലഡിലേക്ക് റിലീസ് ആവുകയും ചെയ്യുന്നതാണ്. നെക്സ്റ്റ് കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ്. നമുക്കറിയാം നമ്മൾ ഓക്സിജൻ ശ്വസിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തു വിടുകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് വെച്ചാൽ ഓപ്ഷൻ എ ആണ്, accumulation of lactic acid. Next question, the first aid treatment recommended for a long distance exhausted athlete is. ഒരു വളരെ ടയേർഡ് ആകുന്ന ഒരു ലോങ് ഡിസ്റ്റൻസ് റണ്ണർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഫസ്റ്റ് എയ്ഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ്: ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ, മസാജ്, ക്രയോതെറാപ്പി, ഓൾ ഓഫ് ദീസ്. നമുക്കറിയാം മസാജ് കൊടുക്കുന്നത് നമ്മുടെ മസിൽസിനെ ഒന്ന് റിലാക്സ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ്. ക്രയോതെറാപ്പി എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞിരുന്നു ഐസ് തെറാപ്പിയാണ്. പ്രത്യേകിച്ച് ലിഗമെൻറ്റ് ഇഞ്ചുറീസൊക്കെ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ സ്പ്രെയിനൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ചെയ്യാൻ കൊടുക്കാൻ പറ്റുന്ന ഒരു തെറാപ്പിയാണ്. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എഫിൾറാച്ച് ഈസ് ഓൾവേസ് ഡൺ. ഇത് മസാജുമായി ബന്ധപ്പെട്ടതാണ്. ഫ്രം ഡിസ്റ്റൽ ടു പ്രോക്സിമൽ എൻഡ്സ്, അക്രോസ് ദ മസിൽസ്, ഫ്രം പ്രോക്സിമൽ ടു ഡിസ്റ്റൽ എൻഡ്, അറൗണ്ട് ജോയിൻറ്റ്സ്. നമുക്ക് ആദ്യം ഈ പ്രോക്സിമൽ എൻഡും ഡിസ്റ്റൽ എൻഡും എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പ്രോക്സിമൽ എന്ന് പറഞ്ഞാൽ ടുവേർഡ്സ് ഓർ നിയറസ്റ്റ് ദി ട്രങ്ക് ആണ്. ട്രങ്കിനോട് വളരെ നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ്സിലേക്ക് പോകുന്നതിനാണ് പ്രോക്സിമൽ എന്ന് പറയുക. ഡിസ്റ്റൽ എന്ന് പറഞ്ഞാൽ ട്രങ്കിൽ നിന്നും എവേ അല്ലെങ്കിൽ അകന്നു പോകുന്നതിനാണ് ഡിസ്റ്റൽ എന്ന് പറഞ്ഞാൽ. അതുപോലെ അക്രോസ് മസിൽസ് എന്ന് പറഞ്ഞാൽ മസിൽസിന് ക്രോസ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡ്. ജോയിൻസിന് ചുറ്റും ചെയ്യുന്നതാണ് ഓപ്ഷൻ 4 പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രം ഡിസ്റ്റൽ ടു പ്രോക്സിമൽ എൻഡാണ് എഫിൾറാച്ച് അപ്ലൈ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡു സ്പോർട്സ് ഇഞ്ചുറീസ് ഒക്യൂർ? ഓപ്ഷൻസ്: ലാക്ക് ഓഫ് നോളജ്, ഇന്നാഡ്യൂക്കേറ്റ് ട്രെയിനിങ്, ടെക്നിക് ആൻഡ് എക്യുപ്മെൻറ്റ്, കെയർലെസ്നെസ്, ഓൾ ഓഫ് ദീസ്. ഇത് 3 സാധ്യതയുള്ളതാണ് ഒരു ഇഞ്ചുറി ഉണ്ടാവാനുള്ള. അറിവില്ലായ്മയാവാം, ഇന്നാഡ്യൂക്കേറ്റ് ട്രെയിനിങ് ആവാം, ടെക്നിക്ക് യൂസ് ചെയ്യുന്നതിൻ്റെ തെറ്റാവാം, പ്രോപ്പറായിട്ടുള്ള എക്യുപ്മെൻറ്റ് ഉപയോഗിക്കാത്തതിൻ്റെ ആവാം, കെയർലെസ്നെസ് കൊണ്ടും ഇഞ്ചുറീസ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ആൻസറായിട്ട് ഓൾ ഓഫ് ദീസ് നമുക്ക് സെലക്ട് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ വർക്ക് ഇൻ വിച്ച് ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ ടേക്കൻ ഇൻ ആൻഡ് യൂസ്ഡ് ബൈ ദ ബോഡി ഈസ് സഫിഷ്യൻറ്റ് ടു പ്രൊവൈഡ് ദി എനർജി നെസസറി ഫോർ ദി പെർഫോമൻസ് ഓഫ് ടാസ്ക് ഈസ് കോൾഡ് ആസ്. അതായത് ഒരു ടാസ്ക് നമുക്ക് പെർഫോമൻസ് കൃത്യമായി ചെയ്യുന്നതിന് ഓക്സിജൻ്റെ സഹായത്തോടെ നമ്മൾ ചെയ്യുന്ന ഒരു വർക്ക് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിനെ നമുക്ക് ഓപ്ഷൻസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എയറോബിക് വർക്കാണോ, അനറോബിക് വർക്കാണോ, ഫുൾ വർക്ക് എന്നാണോ, നൺ ഓഫ് ദീസ് ആണോ? നമുക്കറിയാം ഓക്സിജൻ്റെ സഹായത്തോടു കൂടി നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസിനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഓക്സിജൻ അതിനെ നമുക്ക് എയറോബിക് വർക്കിനകത്ത് ഉൾപ്പെടുത്താം.
Next question. A work in which the amount of oxygen that the body can supply is less than the amount necessary to perform the task known as. പ്രീവിയസ് ക്വസ്റ്റ്യൻ നമ്മൾ ചർച്ച ചെയ്തതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഓക്സിജൻ്റെ സഹായമില്ലാതെ അല്ലെങ്കിൽ അത്രയും വേണ്ടാത്ത രീതിയിൽ നമ്മൾ ചെയ്യുന്ന ഒരു വർക്കിനെയാണ്. അതിനെ നമുക്കറിയാം ഷോർട്ട് ടൈം ആയിട്ടുള്ള വർക്കുകളെല്ലാം തന്നെ അനറോബിക് വർക്കുകളാണ്. ലോങ് ടൈം ആയിട്ട് ചെയ്യുന്നതൊക്കെ എയറോബിക് വർക്കുകളും ഷോർട്ട് ടൈം ആയിട്ട് വരുന്നതെല്ലാം അനറോബിക് വർക്കുകളുമാണ്. അപ്പോൾ നമുക്കിവിടെ ആൻസറിലേക്ക് കടന്നാൽ ഓപ്ഷൻ എ ആണ് അനറോബിക് വർക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി എബിലിറ്റി ഓഫ് ദി ടോട്ടൽ ബോഡി ടു യൂസ് ഓക്സിജൻ ഫോർ എനർജി ഈസ് കോൾഡ്. ഓപ്ഷൻസ് ഓക്സിജൻ കൺസംഷൻ, ടൈഡൽ വോളിയം, ബോത്ത് എ ആൻഡ് ബി, നൺ ഓഫ് ദീസ്. നമുക്ക് ഓക്സിജൻ കൺസംഷൻ എന്താണെന്നൊന്ന് മനസ്സിലാക്കാം. ദി എമൗണ്ട് ഓഫ് ഓക്സിജൻ ടേക്കൻ ഇൻ ആൻഡ് യൂസ്ഡ് ബൈ ദ ബോഡി പെർ മിനിറ്റ്. ഒരു മിനിറ്റിൽ ശരീരം ഉപയോഗിക്കുന്ന ഓക്സിജൻ്റെ അളവാണ്. അങ്ങനെയാണെങ്കിൽ ടൈഡൽ വോളിയം എന്ന് വെച്ചാൽ ടൈഡൽ വോളിയം ഈസ് ദി എമൗണ്ട് ഓഫ് എയർ ദാറ്റ് മൂവ്സ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദി ലങ്സ് വിത്ത് ഈച്ച് റെസ്പിറേറ്ററി സൈക്കിൾ. ഒരു റെസ്പിറേറ്ററി സൈക്കിളിൽ എടുക്കുന്ന എമൗണ്ട് ഓഫ് എയറിനെയാണ് ടൈഡൽ വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ആൻസറിലേക്ക് കിടന്നാൽ ഓപ്ഷൻ എ ആണ് ഓക്സിജൻ കൺസംഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് റെക്കഗ്നൈസ്ഡ് ആസ് ദ ബെസ്റ്റ് മെഷർമെൻറ്റ് ഓഫ് എ പേഴ്സൺസ് കാർഡിയോവാസ്കുലർ ഫിറ്റ്നസ്. കാർഡിയോവാസ്കുലർ ഫിറ്റ്നസ് എന്ന് വെച്ചാൽ നമ്മുടെ എൻഡ്യൂറൻസ് കപ്പാസിറ്റി, ലങ്സും ഹാർട്ടും ബന്ധപ്പെട്ട ഒരു എൻഡ്യൂറൻസ് കപ്പാസിറ്റി അളക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ ഓപ്ഷൻസ് ബോഡി വെയ്റ്റ്, പൾസ് റേറ്റ്, VO2 മാക്സ്, നൺ ഓഫ് ദീസ്. സോ ഇവിടെ ആൻസർ ക്ലിയർ ആണ്. VO2 മാക്സ്, വോളിയം ഓഫ് ഓക്സിജൻ ഇൻടേക്ക്. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ ക്യാൻ മാക്സിമൽ ഓക്സിജൻ കൺസംഷൻ ഇൻക്രീസ്. ഓക്സിജൻ കൺസംഷൻ നമുക്ക് എങ്ങനെയെല്ലാം ഇൻക്രീസ് ചെയ്യാം? An increase in the amount of hemoglobin in the blood, an increase in the maximal cardiac output, an increase in the amount and or size of capillaries, all of this. അപ്പോൾ ഹീമോഗ്ലോബിൻ്റെ എമൗണ്ട് കൂടുന്നതിലൂടെ, ബ്ലഡിലുള്ള എമൗണ്ട് കൂടുന്നതിലൂടെ ഓക്സിജൻ കൺസംഷൻ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. മാക്സിമൽ കാർഡിയാക് ഔട്ട്പുട്ടിലൂടെ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ കാപ്പിലറീസിൻ്റെ സൈസിലൂടെ നമുക്ക് ഓക്സിജൻ കൺസംഷൻ ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ആൻസർ നമുക്ക് ഓൾ ഓഫ് ദീസ് ആണ്.